ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളോടുള്ള അവളുടെ വിരോധം അതവൾക്ക് മാറണമെങ്കിൽ അവളുടെ മനസ്സിൽ അവൾ ധരിച്ചുറപ്പിച്ചു വെച്ചിരിക്കുന്ന എന്തോ ഒരു കരട് അതെന്നേക്കോട്ട് ഇല്ലാതാവണം. അവൾക്ക് നിന്ന് കളിക്കാനുള്ള സ്പേസ് ഇവിടെ കൊടുക്കരുത്. കൊടുത്താൽ നമുക്കെല്ലാവർക്കും അത് അപകടമാണ്. ചിറ്റപ്പ, അവള് കുത്തേറ്റ് കിടക്കുന്നിടത്ത് ഞാൻ പോയതാ. അത് അവളോടുള്ള ഇഷ്ടക്കൂടുതലുണ്ടോ, അവള് പൂർണ്ണ ആരോഗ്യവതിയായി തിരിച്ചു വരാൻ മനസ്സറിഞ്ഞ് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാനൊന്നുമല്ല. കട്ടിലിന്ന് എപ്പോ അവക്ക് പൊങ്ങാൻ പറ്റുന്ന അറിയാൻ തന്നെയാ. മുറിവുണങ്ങി അവൾ ആ നിമിഷം തന്നെ അവളുടെ കസേര വന്നിരിക്കും. വന്നിരുന്ന അടുത്ത പണി നമ്മുടെ പദ്ധതികൾക്ക് എങ്ങനെ തുരങ്കം വെക്കാന്നത് തന്നെയായിരിക്കും. ഈ ചിറ്റപ്പൻ ഒറ്റ ഒരാൾ കാരണോ? ഇല്ലെങ്കിൽ ആ മാട്ടിയോട് പറഞ്ഞ് കുത്തിയ കുത്ത് 1-2 ഇഞ്ച് ആഴത്തി കയറ്റിയിരുന്നെങ്കിൽ ഇന്ന് അവളുടെ പുലൗടി അടിയന്തരത്തിന് ചെത്തിപ്പൂവും ചെറുളെ എടുപ്പിക്കായിരുന്നു. അപ്പ പറഞ്ഞു കാഞ്ഞു പോയാൽ കുഴപ്പമാവും, ഒന്ന് മാറ്റി നിർത്താനുള്ള കുത്തുമതിയെന്ന്. ഇല്ലെങ്കിൽ അന്വേഷണം ഉണ്ടാവുന്നു. എന്ത് അന്വേഷണം? മാട്ടിയെ പ്രതിയാക്കി അകത്തിട്ടിട്ട് ഒരു 5 ലക്ഷം രൂപ മാട്ടിയുടെ ഭാര്യയുടെ അക്കൗണ്ടിൽ ഇട്ടു കൊടുത്ത മാട്ടി ഈ ജന്മത്ത് നമ്മുടെ ആരുടെങ്കിലും പേര് ആരോടെങ്കിലും പറയോ? പറയില്ല. കാശെറിഞ്ഞ ആ സമയം കാര്യം കണ്ടിരുന്നെങ്കിൽ ആ ഒരു ശാലിനി വിഷ്ണു എന്നുള്ളൊരു പേര് എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടിയാനെ. ഒന്നോർത്താൽ അതാണ് ചെയ്യേണ്ടിയിരുന്നത്. ഇതിപ്പോ വന്ന് ചാർജ് എടുത്തു കഴിഞ്ഞാൽ അറ്റവും തുമ്പും നോക്കി നമ്മൾ ചെയ്തു വച്ചിരിക്കുന്നതെല്ലാം ചികഞ്ഞെടുക്കാൻ വേണ്ടി ശാലിനി ശ്രമിക്കൂ എന്നതിന് യാതൊരു തർക്കവുമില്ല. ഏടിയമ്മയെ എനിക്കും പണി കിട്ടും. സാറേ, അവള് വെക്കുന്ന പണിക്ക് മുമ്പ് മറ്റൊരു പണി അവളുടെ മുകളിൽ വെക്കണം. ആ വഴിക്കൊന്ന് ചിന്തിച്ചേ. എഴുന്നേറ്റ് നിൽക്കാൻ കെൽപ്പൊപ്പിച്ചു വരുന്ന അവക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ അവസരം കൊടുക്കാതെ ഒരു 1.5 ഓട്ടം ഓടിക്കാൻ പറ്റുന്നൊരു പണി. സാറൊന്ന് ആലോചിക്കും. ഞാനും ആലോചിക്കാം. ആലോചിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. പാമ്പ് ജാവാനെ വാലിൽ തല്ലിയിട്ട് കാര്യമില്ല, നടുവിൽ തല്ലിയിട്ട് കാര്യമില്ല. അത് തലയ്ക്ക് തന്നെ കൊടുക്കണം. ഈ പത്തി വിടർത്തി നിൽക്കാൻ പറ്റാത്ത രീതിയിൽ അടിക്കണം. അതിനുള്ള മാർഗം ആലോചിക്കും. ലേല നടപടികൾക്കൊപ്പം പറ്റുമെങ്കിൽ ആ ഒരു കളിയും കൂടി നമുക്ക് അണിയറയിൽ ഒരുക്കി നിർത്തണം. അതിലവള് വീഴണം, എന്നേക്കുമായി വീണ് ഒടുങ്ങണം. അവളുടെ ആയുർരേഖയ്ക്ക് കുറുകെ ഒടുക്കത്തെ വര വരയ്ക്കാൻ ചിറ്റപ്പനെ കൊണ്ടേ കഴിയും. ചിറ്റപ്പനെ കൊണ്ട് മാത്രം. ഇനി അവൾ നമ്മുടെ മുന്നിലിരുന്ന് ആജ്ഞാപിക്കരുത്, അനുസരിക്കാനേ പാടുള്ളൂ. കുളിപ്പിച്ച് കിടത്താതെ തണുപ്പിച്ച് കിടത്താനുള്ള വഴി. മോളെ, അച്ഛനും പിള്ളച്ചേട്ടനും കൂടി വരുന്നുണ്ട്. വരണം. വേണ്ട മോളെ, എഴുന്നേക്കണ്ട. അതല്ല അച്ഛാ, ഒരുപാട് നേരമായിട്ട് ഒരേ കിടപ്പ് തന്നെയായിരുന്നു. അച്ഛനിരിക്കും. രാഘവേട്ട, 2 ഗ്ലാസ് ചായ എടുക്കാം, ചൂടുണ്ട്. വേണ്ട ശാരദാമ്മേ, ഒന്നും വേണ്ട. വിശപ്പും ദാഹമൊന്നും ഇപ്പൊ ഇല്ല. ഇപ്പോ പുതിയ വീട്ടിലെ താമസമൊക്കെ എങ്ങനെയാച്ചാ? സുഖാണോ? ഒരു അനുഗ്രഹം പോലെ കിട്ടി വീടാ മോളേത്. പിന്നെ ആ സമയത്ത് പെട്ടെന്ന് അങ്ങനെ ഒന്ന് കിട്ടിയതന്നെ വലിയ ഭാഗ്യമാ. രാഘവേട്ടൻ ഇങ്ങോട്ട് വന്നത് സത്യാമ്മ അറിഞ്ഞില്ലേ? ഓക്കെ, ഇയാളുടെ പ്ലാനാ. അവളൊരു സഞ്ചി എടുത്ത് പുറത്തേക്ക് പോകുന്ന കണ്ടു. പിന്നൊട്ടും വൈകില്ല, ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി. സത്യാമ്മ തിരിച്ചെത്തുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് അവിടെ എത്തണം. അച്ഛൻ എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടി ഇപ്പൊ ഇവിടോട്ട് വന്നത്? എനിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. മുറിവൊക്കെ നന്നായിട്ട് ഉണങ്ങി തുടങ്ങി.
നിന്നെ ഒന്ന് കാണാതെ എങ്ങനാടി കൊച്ചേ? അല്ല, കേസും കാര്യങ്ങളൊക്കെ എങ്ങനാ? പോലീസുകാർ മൊഴിയെടുക്കാനൊക്കെ വന്നില്ലേ? അതൊക്കെ മുറ പോലെ നടക്കുന്നുണ്ട്. ജപ്തി നടപടികളിൽ നിന്നും എന്നെ ഒഴിവാക്കി നിർത്തണം. അതിനുവേണ്ടി തന്നെ വന്നതാ അവര്. എന്തോ ഭാഗ്യം, ആരുടെയോ പ്രാർത്ഥന. കൃത്യസമയത്ത് വിഷ്ണുവേട്ടൻ അവിടെ എത്തി. ഇല്ലെങ്കി ഇപ്പൊ പടമായിട്ട് ഭിത്തിയെ കയറിയനെ. ഡി കണ്ടില്ലേ രാഘവേട്ടാ, ചില നേരത്ത് ഇതാ വർത്താനം. കേട്ട് നിൽക്കുന്ന നമുക്ക് വിഷമാവില്ലേ? പറഞ്ഞത് സത്യമല്ലേ അമ്മേ? പൊടിയൊന്ന് നമ്മുടെ വീട് പോയതില് ഒരുപാട് സങ്കടം ഉണ്ടച്ച. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഹേ, മറ്റൊന്നും ആലോചിച്ച് എന്റെ മോളിപ്പം മനസ്സൊന്നും വിഷമിപ്പിക്കണ്ട. വിധിയ അതതിന്റെ മുറയ്ക്കല്ലേ നടക്കൂ. അതിനെ മറികടന്ന് നടത്താനുള്ള പാങ്ങൊന്നും അതൊന്നും നമുക്കിപ്പോ ഇല്ലല്ലോ. ചെടകൊഴിഞ്ഞ സിംഹമായിപ്പോയി. ഇല്ലെങ്കിൽ എന്റെ നെഞ്ചത്തെ ഒട്ടിയെ അവർക്ക് ജപ്തി നടത്താൻ പറ്റത്തുള്ളായിരുന്നു. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ശാരദാമ്മേ. ഒരു ചെറിയ ഗ്യാപ്പിൽ ഓടി പോകുന്നതാ. ഒരു ഏനക്കേടും ഇല്ലാതെ സത്യാമ്മ എത്തുന്നതിന് മുമ്പേ വീട് എത്തുകയും വേണം. ഇത്രയൊക്കെ ആയിട്ടും സത്യാമ്മയ്ക്ക് ശാലിനിയോടുള്ള വിരോധം തീരുന്നില്ലല്ലോ രാഘവേട്ടാ. ഭാമ അവളുടെ നിലപാടിൽ നിന്നും അണുവിട പിന്മാറില്ല ശാരദാമ്മേ. നമ്മളിലെ പഴഞ്ചൊല്ലൊക്കെ പറയാറില്ലേ, അവര് പിടിക്കുന്ന മുയിലെ 4 കൊമ്പെന്നൊക്കെ. ഇത് 4ഒന്നുമല്ല, അതിലും കൂടുതൽ കൊമ്പൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നതാ അവള്. പക്ഷേ ഒരു കാര്യത്തിൽ ഭാമേനെ അത്ഭുതപ്പെടുത്തിയത് ഭാമയുടെ മനസ്സിന്റെ കട്ടിയാണ്. എല്ലാം നഷ്ടപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങിയിട്ടും അഷ്ടിക്ക് വകയില്ലാതെ തെണ്ടുന്നൊരവസ്ഥ വന്നിട്ടും ഒരിറ്റ് കണ്ണുനീർ അവളുടെ കണ്ണിന് പൊടിഞ്ഞിട്ടില്ല. കാരണം അവൾക്കും അറിയാം ഇത് അവളായിട്ടുണ്ടാക്കിയതാന്നേ. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും അവൾക്ക് തന്നെ. അവൾ മൂലമാ ഇതെല്ലാം ഉണ്ടായെന്നും അവൾക്ക് നന്നായിട്ടറിയാം. പിന്നെ മോളോടുള്ള അവളുടെ വിരോധം അതവൾക്ക് മാറണമെങ്കിൽ അവളുടെ മനസ്സിൽ അവൾ ധരിച്ചുറപ്പിച്ചു വെച്ചിരിക്കുന്ന എന്തോ ഒരു കരട് അത് എന്നേക്കോട്ട് ഇല്ലാതാവണം.